കോഴിക്കോട് മാങ്കാവിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറെ മർദ്ദിച്ച യുവാവ് കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പരിക്കേറ്റ ബസ് ഡ്രൈവർ സുബ്രഹ്മണ്യൻ ചികിത്സ തേടി. മാങ്കാവ് കൂടി ഞാൻ വരുന്നേരം കാറേറെ പെട്ടെന്ന് ഇങ്ങനെ ഓണടിക്കുന്നത് ഞാൻ ലൈനായിട്ട് വരികയാണ്. ബ്ലോക്കാണ്, മാങ്കാവ് ഫുള്ള് ബ്ലോക്കാണ്. ഇപ്പോൾ ഓണടിക്കുന്നത് സൈഡ് കൊടുക്കാതാണ്. അപ്പോൾ കുറേ പോകുന്ന കാറേറെ കയറാൻ നോക്കി. ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോൾ ചവിട്ടിയപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നത്. ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ അടുത്തെത്തിയപ്പോൾ അയാൾ കാറിൻ്റെ ഡ്രൈവറി കയറി അത് എന്നെ വന്ന് ബ്ലോക്കിട്ട് ചാടി ഇറങ്ങി. ഡോറ് തുറന്ന് കൈ അമിതഭാഗം മുളകിട്ടും കൈക്ക് കുത്തി. നാട്ടുകാരൊന്നും ഓടി, കുറേ ആൾക്കാർ ഓടി, മോട്ടം മഞ്ഞത്ത് കുത്തി. ഞാൻ കോഴിക്കോട് എൻ്റെ വണ്ടി എടുത്ത് പോകുന്ന അവിടെ ബ്ലോക്കായതുകൊണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റിയാസ് കെ.എം.ആർ ചേരുന്നുണ്ട്. റിയാസ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ ഒരു നിസ്സാര കാര്യത്തിനാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വളരെ നിസ്സാരമായൊരു കാര്യത്തിലൊരു മർദ്ദനം കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവർക്കെതിരെ ഉണ്ടായത് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം നടന്നത്. തുടർന്ന് ഇവർ കസബ പോലീസിലാണ് പരാതി നൽകിയത്. കോഴിക്കോട് മാങ്കാവ് എന്ന് പറയുന്നത് പുതിയ ലുലുമാൾ വരുന്ന സ്ഥലം മുതൽ മാങ്കാവ് പാലം വരെയുള്ള സ്ഥലം സ്ഥിരമായി വലിയ തോതിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നൊരു ഇടമാണ്. അവിടെ തൻ്റെ വാഹനത്തിന്, തൻ്റെ കാറിന് സൈഡ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുറ്റിക്കാട്ടൂർ സ്വദേശിയായിട്ടുള്ള പ്രതി ഈ കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറെ ഇടിക്കുകയുമാണ്. ഇയാൾ തന്നെ ദൃശ്യത്തിൽ നിന്നും വളരെയധികം വ്യക്തമാണ്. ഇത് പിന്നീട് കെ.എസ്.ആർ.ടി.സി അധികൃതർ കസബ പോലീസിലാണ് പരാതി നൽകിയത്. എന്നാൽ ഈ ഒരു ഭാഗം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പുതിയ ലുലുമാൾ മുതൽ പാലം വരെയുള്ള ഭാഗം ഉൾപ്പെടുന്നത് കോഴിക്കോട് മെഡിക്കൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. തുടർന്ന് കസബ പോലീസ് അധികൃതർ ഈ ഒരു കേസ് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അധികൃതർക്ക് കൈമാറി. അവരാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ അക്രമം നടത്തിയ യുവാവിൻ്റെ കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യുവാവ് കുറ്റിക്കാട്ടൂർ സ്വദേശിയാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഒളിവിൽ പോയതായാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും ഈ പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഭദ്ര. ശരി റിയാസ്, കോഴിക്കോട് മാങ്കാവിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. നിസ്സാര കാര്യത്തിനാണ്, അതായത് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കെ.എസ്.ആർ.ടി.സി ഡ്രൈവറെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട് ആശുപത്രിയിൽ. റിയാസ് കെ.എം.ആർ ആണ് വിശദാംശങ്ങൾ നൽകുന്നത്.